നമസ്കാരം, എല്ലാവർക്കും കുമാർ കണക്കിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മെയ് 14 മാറിയ വ്യാഴം ഈ വരുന്ന ഒക്ടോബർ 19 വീണ്ടും രാശി മാറുകയാണ്. ഈ വരുന്ന ഒക്ടോബർ 19 മാറുന്ന വ്യാഴം ഡിസംബർ 4 വരെയായിരിക്കും ആ ഒരു രാശിയിൽ നിലകൊള്ളുന്നത്. ഈ ഒരു ചെറിയ സമയത്തേക്കാണ് വ്യാഴം മാറുന്നതെങ്കിലും ചില നല്ല ഗുണങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന രാശിക്കാർക്ക് ആ ഒരു സമയത്ത് ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇടവം രാശിക്കാർക്ക് വ്യാഴം 2ാം ഭാവത്തിൽ, അതായത് ധനസ്ഥാനത്ത് തുടരുകയാണ് മെയ് 14 ശേഷം. കൂടാതെ ശനി 11ാം ഭാവത്തിൽ സർവാഭിഷ്ട സ്ഥാനത്തും തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ വളരെയധികം അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അവരുദ്ദേശിച്ച രീതിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും ഒക്ടോബർ 19 മാറുന്ന ഈ ഒരു വ്യാഴം ഇവരുടെ 3ാം ഭാവത്തിലേക്കാണ് ആ ഒരു ചെറിയ സമയത്തേക്ക് മാറുന്നത്. ഇത് മതപരമായ യാത്രകൾക്കുള്ള അവസരമൊക്കെ ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അതായത് തീർത്ഥാടന യാത്രകൾക്കൊക്കെ വളരെയധികം പറ്റുന്ന ഒരു സമയം തന്നെയാണ്. കുടുംബാംഗങ്ങളുടെ പിന്തുണയൊക്കെ ഇവർക്കുണ്ടാകും. ജോലിസ്ഥലത്ത് മികച്ചമായ രീതിയിൽ തന്നെ ഇവർക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും. എന്നിരുന്നാലും ചെറിയ രീതിയിൽ ഉള്ള പ്രയാസങ്ങളൊക്കെ ഇവർക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതായത് ഇപ്പോൾ മാർച്ച് 29 ശേഷം മാറിയ ശനിയും മെയ് 14 ശേഷം ഉണ്ടായ ആ ഒരു വ്യാഴമാറ്റത്തിൻ്റെ ഗുണാനുഭവങ്ങളും എല്ലാം ചേർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു രീതിക്ക് ചെറിയ രീതിയിലൊരു മാറ്റം സംഭവിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്തേക്ക് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. കാരണം നമുക്ക് ഏത് വഴിയും നമുക്ക് പ്രയാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ജോലി സ്ഥലങ്ങളിലാണെങ്കിൽ ഏറ്റെടുത്ത ജോലികളൊക്കെ തൻ്റെ മേൽനോട്ടത്തിൽ തന്നെ പൂർത്തിയാക്കാൻ ശ്രമിക്കുക. ഒരു വീട് പണിയുന്ന ആളാണെങ്കിൽ ആ വീട് പണിക്ക് നിങ്ങൾ മേൽനോട്ടം വഹിക്കുക. ഒരു കുടുംബസ്ഥൻ എന്ന നിലയിൽ കുടുംബത്തെ കാര്യങ്ങളും നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരു പെർഫെക്ഷനൊക്കെ ആവശ്യമായി വരുന്ന സമയമാണ്. കാരണം ഈ ഒരു ഡിസംബർ 4, അതായത് ഒക്ടോബർ 19 മുതൽ ഡിസംബർ 4 വരെയുള്ള ഈ കാലഘട്ടത്തിൽ ചെറിയ തോതിലൊക്കെ നമുക്കൊരു സ്ട്രെസ്സ്, ആൻസൈറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ വരാൻ പോകുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് വളരെയധികം ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുക. ശേഷം വരുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെയധികം അനുകൂലമായ മാറ്റങ്ങൾ തന്നെയായിരിക്കും വരുന്നത്. പിന്നീട് മെയ് 14 ശേഷം ഉണ്ടായ അതേ മാറ്റങ്ങൾ തന്നെ നിങ്ങൾക്ക് അടുത്ത വർഷം 2026 മെയ് വരെ, മെയ്യുടെ അവസാന കാലഘട്ടം വരെ ഉണ്ടാവുന്നതാണ്. ഈ ഒരു മാറ്റം മൂലം ഉണ്ടാകുന്ന ചെറിയ ഒരു ദോഷപരിഹാരത്തിനായിട്ട് വ്യാഴാഴ്ചകളിൽ വിഷ്ണു അല്ലെങ്കിൽ കൃഷ്ണൻ മുഖ്യ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി വേണ്ട വഴിപാടുകളൊക്കെ ചെയ്യുന്നത് വളരെയധികം ഉചിതമായ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും.